ചെമ്പനീർപ്പൂവിൻ്റെ നാളത്തെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രേവതി സച്ചിക്ക് സെക്കൻഡ് ഹാൻഡ് കാർ മേടിക്കാനുള്ള ടെൻഷനിലാണല്ലോ. അപ്പോൾ അനിയത്തിനോട് അത് പറയുന്നുണ്ട്. അപ്പോൾ ദേവു പറയുന്നുണ്ട്, വീടിൻ്റെ അടുത്ത് ഒരാളുണ്ട്, കുറഞ്ഞ പലിശയാണ് അയാൾക്ക്, അയാളുടെ നിന്ന് നമുക്ക് മേടിക്കാൻ കാശ്, ബാക്കി പൈസ എത്രയാന്ന് വെച്ചാൽ. അപ്പോൾ രേവതി പറയും, എന്നാൽ നമുക്ക് രണ്ടുപേർക്കും കൂടി പോയി അയാളെ കാണാം എന്ന് പറയുമ്പോൾ ദേവു പറയും, വേണ്ട ചേച്ചി, അയാൾക്ക് ചേച്ചിയുടെ കടയൊക്കെ കാണേണ്ടി വരും, ഞാൻ അയാളായിട്ട് സംസാരിച്ച് വഴിയൊക്കെ പറഞ്ഞു കൊടുത്ത് ചേച്ചിയുടെ കട കാണാൻ വേണ്ടി വിടാം, അപ്പോഴേക്കും ചേച്ചി അവിടെ വെച്ച് അയാളായിട്ട് സംസാരിച്ചാൽ മതി, അയാൾ എന്തായാലും പൈസ തരും, ചേച്ചി ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞ് രേവതിയെ വിടുവാണ്. അപ്പോൾ രേവതിക്ക് പകുതി ആശ്വാസം ആവുകയെ. പിന്നെ കാണിക്കുന്നത് ചന്ദ്രയുടെ വീടാണ്. ചന്ദ്ര വീടിന്റെ പുറത്തു നിന്ന് നോക്കുമ്പോഴേക്കും ഒരാൾ ചന്ദ്രയുടെ വീടിന് മുമ്പിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. രേവതിയുടെ പൂക്കടയൊക്കെ നോക്കി നടക്കുവാണ്. അപ്പോൾ ചന്ദ്ര വന്നിട്ട് ചോദിക്കും, ആരാന്ന് ചോദിക്കുമ്പോൾ അയാൾ ചോദിക്കും, നിങ്ങൾ ആരാന്ന് ചോദിക്കും. അപ്പോൾ ചന്ദ്ര പറയും, ഞാൻ ചന്ദ്ര. അപ്പോൾ പറയും, ഓ, ഈ പൂക്കടയുടെ പേരിലുള്ള ചന്ദ്ര നിങ്ങളാണല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്രക്ക് ദേഷ്യം വരുവേ. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണ്, കുറേ നേരമായാലും ഇവിടെ കിടന്ന് കറങ്ങി നടക്കുന്നത്, അപ്പോൾ ഇതെന്താ? അപ്പോൾ അയാൾ പറയും, ഞാൻ ഈ പൂക്കട ഒന്ന് നോക്കി നടന്നതാന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും, പിന്നെ ഇത് വലിയ ജ്വല്ലറി അല്ലേ, സ്വർണം നോക്കി നടക്കുന്ന പോലെ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ആരാന്ന് മര്യാദക്ക് പറയാൻ പറയുവാണ് ചന്ദ്ര. അപ്പോൾ അയാൾ പറയും, ഓ, നിങ്ങളുടെ പേരിൽ വരെ പൂക്കടയുണ്ട്. അപ്പം ചന്ദ്ര പറയും, പിന്നെ ഇത് വലിയ അഭിമാന കാര്യമാണല്ലോ, എൻ്റെ പേരിൽ ബ്യൂട്ടി പാർലർ വരെ ഉണ്ട്, ആ സിറ്റിയുടെ അവിടെ പോയി നോക്കും, ഒരു ബ്യൂട്ടി പാർലറിൻ്റെ വരെ എൻ്റെ പേരാണ്, ചന്ദ്ര ബ്യൂട്ടി വേൾഡ്, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പോയി നോക്കാൻ പറയുമ്പോഴേക്ക് രേവതി വരുവാണ്. രേവതി പറയും, ആ നമസ്കാരം ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് രേവതി ആ ചേട്ടനോട് സംസാരിക്കുവാണ്. എന്നിട്ട് ആ ചേട്ടൻ പറയും, ഞാൻ ദേവു പറഞ്ഞിട്ട് വരുവാണ്, കടയൊക്കെ ഞാൻ കണ്ടു എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, ആ ചേട്ടാന്ന് പറയും. അപ്പോൾ ആ ചേട്ടൻ പറയും, മാസം മാസം എനിക്ക് കറക്റ്റായിട്ട് പലിശയൊക്കെ കിട്ടണം, ഇന്ന് ഈ പേപ്പറിലൊന്ന് നല്ലോണം വായിച്ചിട്ട് ഒപ്പിട്ടതാന്ന് പറയുവാണ് രേവതിയുടെ അടുത്ത്. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇവക്ക് എന്തിനാ ഇപ്പോൾ പൈസ, ഇപ്പോഴല്ലേ 500 പൂമാല കെട്ടി കുറേ പൈസയൊക്കെ മേടിച്ചത്, ഇവക്ക് എന്താ ആവശ്യം എന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രേവതി പേപ്പറൊക്കെ വായിച്ച് ഒപ്പിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. ആ ചേട്ടനപ്പോൾ പിന്നെയും പറയുന്നുണ്ട്, മാസം മാസം കറക്റ്റായിട്ട് പലിശ തരണേ മോളെ എന്ന് പറഞ്ഞിട്ട് രേവതിക്ക് പൈസ കൊടുക്കുവാണ്. എന്നിട്ട് ആ ചേട്ടൻ പോകും. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ഇതെന്താടി ഇപ്പം ഇത്ര പെട്ടെന്ന് പൈസക്ക് ആവശ്യം, ഇപ്പോഴല്ലേ 500 പൂമാല കെട്ടി നിനക്ക് കുറേ കാശൊക്കെ കിട്ടിയത്, എന്താ ഇപ്പം ആവശ്യമെന്ന് പറയുമ്പോഴേക്ക് രേവതി പറയും, അതൊക്കെ ഉണ്ടെന്ന് പറയും. പിന്നെ കണ്ടവരൊക്കെ വന്ന് എൻ്റെ വീട് നോക്കി പോയിട്ട് ഈ വീട് നിൻ്റെയാണെന്ന് പറഞ്ഞിട്ടാണോ നീ കാശ് മേടിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ രേവതി പറയും, അതിന് അയാളെ വീടിൻ്റെ ഉള്ളിലൊന്നും വന്ന് നോക്കിയില്ലല്ലോ, എൻ്റെ കടയാണ് നോക്കിയത്, മറ്റുള്ളവരുടെ വീട് എൻ്റെ വീടാണെന്ന് പറഞ്ഞ് പൈസ മേടിക്കേണ്ട കാര്യം എനിക്കില്ല എന്ന് പറയും. അപ്പോൾ ചന്ദ്ര പറയും, ഇപ്പോൾ നീ ആവശ്യത്തിന് അധികം സമ്പാദിക്കുന്നുണ്ട്, എന്താ നിന്റെ അമ്മക്ക് അതൊന്നും പോരെ, ഇനിയും കടം മേടിച്ചും കൂടി നീ നിന്റെ അമ്മക്ക് കൊണ്ട് കൊടുക്കുവാണോ എന്ന് ചോദിക്കുമ്പോൾ രേവതിക്ക് ദേഷ്യം വരുവേ. രേവതി പറയും, എൻ്റെ അമ്മ നല്ലോണം കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത്, അമ്മക്ക് ആരുടെ പൈസ ആവശ്യമില്ല എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, നീ എന്താടി ഞാൻ വെറുതെ വീട്ടിലിരുന്ന് തിന്നുവാന്നാണോ നീ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയും, അയ്യോ അങ്ങനെയല്ല, ഞാൻ മൊത്തത്തിലുള്ള കാര്യം പറഞ്ഞതാന്ന് പറയും. എന്നിട്ട് പറയും, അപ്പോൾ പറയും, എന്താ ആവശ്യമെന്ന് പറയാൻ പറയുമ്പോൾ രേവതി പറയും, അതൊക്കെ വഴിയെ മനസ്സിലായിക്കോളും, ഞാനിപ്പോൾ ഒന്ന് പുറത്തോട്ട് പോകുവാണ്, പൂക്കടയിൽ ആരെങ്കിലും വന്നെയാണെങ്കിൽ നോക്കണം എന്ന് പറഞ്ഞിട്ട് രേവതി പോകുവാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അവളുടെ അഹങ്കാരം കണ്ടില്ലേ, ദിവസം പോകുന്തോറും അഹങ്കാരം കൂടിക്കൂടി വരുവാന്ന് പറയുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറാണ്. അവിടെ ശ്രുതിയും ശ്രുതിയുടെ ഫ്രണ്ടും കൂടി സംസാരിക്കുവാണ്. ശ്രുതി പൂകെട്ടിയ വിശേഷമൊക്കെ ഫ്രണ്ടിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് പറയും, അവൾക്ക് പൂകെട്ടിയ കാശിന്നോ ഞാൻ അമ്മ ചന്ദ്രാൻ്റിക്ക് എന്തെങ്കിലും കൊടുക്കുമെന്നൊക്കെ ഓർത്തു. അപ്പോൾ പറയും, അങ്ങനെ കൊടുത്താലെന്താ, ഓ, അവൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവളോട് ഇത്തിരി ചായ വരും, എൻ്റെ സ്നേഹം ഇത്തിരി കുറയും, അല്ലെങ്കിൽ തന്നെ ആൻറ്റിക്ക് ഇപ്പോൾ വർഷയോടാണ് കാര്യം, പിന്നെ ഞാൻ മാസം മാസം എന്തെങ്കിലും പൈസ കൊടുക്കുന്നത് കൊണ്ട് എന്നോട് അങ്ങനെ ഇങ്ങനെ കാണിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ കൂട്ടുകാരത്തി പറയുന്നുണ്ട്, ഓ, നിന്റെ ചന്ദ്ര ആൻറ്റി എന്ന് പറയുന്നത് പൈസ ഉള്ളവരുടെ അടുത്ത് ചായ എന്നൊരു ടൈപ്പ് മനുഷ്യ സ്ത്രീയാണ്, അവർക്ക് ആരുടെ കയ്യിലാണോ പൈസ അങ്ങോട്ടേക്ക് അവർ ചായ ഉള്ളൂ. അപ്പോൾ ശ്രുതി പറയും, ആ, അവരുടെ മൈൻഡ് അങ്ങനെയാണ്, എനിക്കറിയില്ല ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന്, ഇനി ഇങ്ങനത്തെ വലിയ ഓർഡർ ഒന്നും രേവതിക്ക് കിട്ടാണ്ടിരിക്കട്ടെ എന്നാണ് ശ്രുതി പ്രാർത്ഥിക്കുന്നത്. ആ ടൈമിലാണ് ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിലോട്ട് ശ്രുതി വരുന്നത്. ശ്രുതി വന്നിട്ട് പുറത്തുള്ള റിസപ്ഷൻ സ്റ്റാഫിനോട് പറയും, ശ്രുതി ഇല്ലേന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ആ ശ്രുതി ഉണ്ട്, ഒന്ന് ഞാൻ വന്നിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ ആ കുട്ടി അകത്ത് പോയിട്ട് അവരോട് പറയും, ശ്രുതിയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, ആ, ഞാനിപ്പോൾ വരും എന്ന് പറയുവാണ്. അപ്പോഴേക്കും മറ്റേ കൂട്ടുകാരത്തി പറയും, എടി ശ്രുതി, നീ ഒന്ന് എളുപ്പം പുറത്തോട്ട് പോ, ആ ശ്രുതി എങ്ങാനും ഈ ബ്യൂട്ടി പാർലറിൻ്റെ പേര് മാറ്റി വിവരം അറിഞ്ഞാലോ എന്ന് പറയുമ്പോൾ ശ്രുതിക്ക് നല്ല ടെൻഷൻ ആവുകയെ.
ശ്രുതി പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാതെ പുറത്തുള്ള സാധനങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുമായിരിക്കും. പെട്ടെന്ന് ഇങ്ങനെ തിരിയുമ്പോഴാണ് പേര് നോക്കുന്നത് ഗ്രീൻ ബ്രാൻഡ് ബ്യൂട്ടി വേൾഡ്. അയ്യോ, എൻ്റെ അമ്മയുടെ പേരായിരുന്നല്ലോ, ഈ പേരെപ്പം മാറിയെന്ന് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് ശ്രുതി പുറത്തോട്ട് വരുന്നത്. ശ്രുതിനെ കാണുന്നതും ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി ഇത് അമ്മയുടെ പേര് എവിടെയെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ തപ്പിക്കളിക്കുവേ. അത് 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 ഞാൻ പറയാം എന്നൊക്കെ പറയും. അപ്പോൾ ശ്രുതി പറയും, പറ, എൻ്റെ അമ്മയുടെ പേരായിരുന്നില്ലേ ബ്യൂട്ടി പാർലറിന്, പേരെങ്ങനെ മാറിയെന്ന് ചോദിക്കുമ്പോൾ ശ്രുതിയുടെ കൂട്ടുകാരത്തി പറയും, അത് പിന്നെ ബോർഡ് റിപ്പയർ ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുക, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വെച്ചിരിക്കുക എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, എന്ത് ബോർഡ് റിപ്പയർ ചെയ്യാനോ, എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത്, എന്താ കാര്യം എന്ന് പറയുമ്പോഴേക്കും ശ്രുതിയെ വിളിച്ച് അകത്തോട്ട് പോകുവാണ്. അകത്ത് വാ ശ്രുതി, ഞാൻ അകത്ത് വന്നിട്ട് കാര്യം പറയാമെന്ന് പറഞ്ഞ് ശ്രുതിയെയും കൂട്ടി അകത്തോട്ട് പോകുവാണ്. എന്നിട്ട് ശ്രുതി ചോദിക്കും, എന്താ ശ്രുതി കാണിച്ചിരിക്കുന്നത്, എന്തിനാ പേര് മാറ്റിയെന്ന് പറയുമ്പോൾ ശ്രുതി പറയും, അത് പിന്നെ ഞാനൊരു സർപ്രൈസായിട്ട് നിങ്ങളോട് പറയാമെന്ന് വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, സർപ്രൈസോ, ഇതെനിക്ക് വല്ലാത്ത ഷോക്കാണ്. എൻ്റെ അമ്മ എന്ത് അഭിമാനത്തോടെയാണ് ഈ പേര് ചന്ദ്രയുടെ പേരാണ് ബ്യൂട്ടി പാർലറിലെന്ന് പറഞ്ഞ് നടക്കുന്നത്. നീ ഈ പേര് മാറ്റിയ വിവരം എന്താ എന്നോട് പറയാത്തതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അത് പിന്നെ ഞാൻ ഈ മേഖലയിൽ ഇപ്പോൾ നന്നായിട്ട് വളർന്നുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് നാൾക്ക് മുമ്പാണ് ഈ ഗ്രാൻഡ് ബ്രാൻഡ് എന്ന് പറഞ്ഞ കമ്പനി എന്നെ അപ്രോച്ച് ചെയ്തത്. അവരുടെ കമ്പനിയായിട്ട് നമ്മുടെ കമ്പനി മേർജ് ചെയ്യണമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ശ്രുതി പറയും, ഓ, അപ്പം മൊത്തത്തിൽ ഫ്രാഞ്ചൈസിന് കൊടുത്തു എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇല്ലില്ല, മൊത്തത്തിലൊന്നും കൊടുത്തിട്ടില്ല, ഞാനും പാർട്ട്ണറാണ്, ഇതുമൂലം നല്ല പ്രോഫിറ്റ് വരുന്നുണ്ട്, നമുക്ക് കുറേ കാശ് കിട്ടുന്നുണ്ട് എന്ന് പറയും. ഓ, അപ്പം നമുക്ക് കുറേ കാശ് കിട്ടുമെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. ശ്രുതിക്ക് കാശാണല്ലോ എല്ലാം. ശ്രുതിക്കപ്പോൾ സന്തോഷമാവേ. അപ്പോൾ പറയും, ഈ നല്ല കാര്യം നീ എന്താ എന്നോട് ഇത്ര നാളും പറയാതിരുന്നതെന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ സർപ്രൈസായിട്ട് പറയാമെന്ന് ഓർത്തു, പിന്നെ കുറച്ച് പ്രോസസ്സും കൂടി കംപ്ലീറ്റ് ആവാനുണ്ടായിരുന്നു, അതുമാത്രമല്ല നമുക്കിടയിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് പ്രശ്നങ്ങളായിരുന്നില്ലേ, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നതെന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതി. ഇത് നമുക്ക് ലാഭമുള്ള കാര്യമല്ലേ, അപ്പം പിന്നെ എന്നോട് പറഞ്ഞിട്ട് തന്നെ നിനക്ക് ചെയ്തുകൂടായിരുന്നോ ശ്രുതി, നമുക്ക് ഭാവിയിൽ കുറേ നമ്മുടെ സേവിങ്സിന് വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങനെ ചെയ്തത്, നീ ചെയ്തത് വളരെ നല്ല കാര്യമാണെന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അമ്മയുടെ പേര് മാറ്റിയാൽ എനിക്ക് നല്ല സങ്കടമുണ്ട്, പക്ഷേ ഇതിൻ്റെ പ്രോഫിറ്റ് കാരണം നമുക്ക് ഇനിയും കുറേ കമ്പനികളൊക്കെ ഓപ്പൺ ചെയ്യാം, അപ്പോൾ അതിനൊക്കെ നമുക്ക് ചന്ദ്രാൻറ്റിയുടെ പേരിടാം എന്നൊക്കെ ശ്രുതി പറയുവാണ്. അപ്പോൾ ശ്രുതി പറയും, എന്തായാലും നീ ചെയ്തത് നല്ല കാര്യമാണ്, ഞാൻ പോട്ടെ, ഞാൻ പോയിട്ട് പിന്നെ വരാം എന്നൊക്കെ പറഞ്ഞ് പോകുവാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി എന്തിനാ വന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഇല്ല, ഈ വഴി പോയപ്പോൾ നിന്നെ അങ്ങനെ കണ്ടിട്ടും പോകാമെന്നോർത്ത് വന്നതാണ്, വേറൊന്നുമില്ല, ഞാൻ ഈ നല്ല കാര്യം എത്രയും പെട്ടെന്ന് വീട്ടിൽ പോയി പറയട്ടെ എന്ന് പറഞ്ഞ് ശ്രുതി പോകുവാണ്. അപ്പോൾ ശ്രുതി ശരി എന്ന് പറയുമ്പോഴേക്കും ശ്രുതിയുടെ മൈൻഡിൽ അങ്ങോട്ട് പോയില്ലേ. അപ്പോൾ കൂട്ടുകാരത്തി പറയും, എടി ശ്രുതി അത് പോയി വീട്ടിൽ പറയണേക്ക് മുമ്പ് നീ പോയി ശ്രുതിയെ ബ്ലോക്ക് ചെയ്യേ, അല്ലെങ്കിൽ വീട്ടിൽ ചന്ദ്രാൻറ്റി അറിഞ്ഞാൽ ഇത് ഭയങ്കര പ്രശ്നമാവേ, നീ എളുപ്പം പോകുമെന്ന് പറഞ്ഞ് കൂട്ടുകാരത്തി ശ്രുതിയെ വിടുവാണ്. ശ്രുതിക്ക് അപ്പം തന്നെ ടെൻഷനാവും, അയ്യോ ആൻറ്റി അറിഞ്ഞാൽ ഇത് വലിയ പ്രശ്നമാവും എന്ന് പറഞ്ഞ് ശ്രുതി ഓടിപ്പോകുവാണ്. പിന്നെ കാണിക്കുന്നത് രേവതിയാണ്. രേവതി പേപ്പറൊക്കെ സൈൻ ഇടുവാണ്. കാർ മേടിക്കുന്ന സ്ഥലത്ത് ഷോപ്പിൽ പോയിട്ട് ആ പേപ്പറിലൊക്കെ സൈൻ ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് കാർ നോക്കാൻ വേണ്ടി പോകുവാണ്. പിന്നെയും എന്നിട്ട് രേവതി പറയുന്നുണ്ട് മഹേഷിനോട്, മഹേഷും ഉണ്ട് കൂടെ, ഏതായാലും നമ്മൾ കാർ മേടിക്കാൻ പോകുമല്ലോ, എന്തായാലും മേടിക്കും, പക്ഷേ സച്ചിയേട്ടനോട് ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് മേടിക്കാൻ പറയുവാണ്. സച്ചിനോട് ഇത് സർപ്രൈസായിട്ട് കൊടുക്കാമെന്നല്ലേ രേവതി പറഞ്ഞതെന്ന് പറയുമ്പോൾ, ആ സർപ്രൈസായിട്ട് തന്നെയാണ്, ഞാനാ മേടിക്കുമെന്ന് പറയണ്ട, മഹേഷേട്ടൻ്റെ ഒരു കൂട്ടുകാരന് വേണ്ടി മേടിക്കുവാണ്. അപ്പോൾ സച്ചി ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയുവാണ്. ഓ അങ്ങനെ, എൻ്റെ കൂട്ടുകാരന് വേണ്ടി മേടിക്കുവാന്ന് പറഞ്ഞ് ഞാൻ സച്ചിയെ വിളിക്കാമെന്ന് പറഞ്ഞ് മഹേഷ് സച്ചിയെ വിളിക്കുവാണ്. സച്ചി അപ്പോൾ തന്നെ വരുന്നുണ്ട്, കാറ് നോക്കാം. സച്ചി ചോദിക്കുന്നുണ്ട്, എടാ നിനക്ക് കാർ ഓടിക്കാൻ അറിയാലോ, നിനക്ക് ഓടിച്ച് നോക്കിക്കൂടെ എന്ന് പറയുമ്പോൾ, ഓ എനിക്ക് അതിനെപ്പറ്റിയൊന്നും അറിയില്ല, നീ വന്ന് നോക്ക് എന്ന് പറഞ്ഞ് സച്ചിയും കൂട്ടി വരുവാണ്. സച്ചിക്ക് ആ കാറ് കാണുമ്പോൾ ഭയങ്കര സങ്കടമാവേ, കാരണം സച്ചി ഒരുപാട് ആഗ്രഹിച്ചതാണല്ലോ ആ കാറ് മേടിക്കാൻ. അപ്പോൾ സച്ചി പറയും, ഏതായാലും നിൻ്റെ കൂട്ടുകാരൻ മേടിക്കാൻ പോകുന്ന കാറ് നല്ല കാറാണ്. അപ്പോൾ മഹേഷ് പറയും, ഒന്ന് ഓടിച്ചു നോക്ക് സച്ചി, എങ്ങനെയുണ്ടെന്ന് പറയാന്ന് പറയുമ്പോൾ സച്ചി കാറൊക്കെ തുറന്ന് ഓടിച്ചു നോക്കിയിട്ട് സച്ചിക്ക് ഭയങ്കര സന്തോഷമാവേ. സച്ചി പറയുവാണ്, എടാ ഇത് പുതിയ കാറ് തന്നെ, എഞ്ചിനൊക്കെ സൂപ്പർ എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് സച്ചി ഒന്നൊരു റൗണ്ട് അടിച്ചിട്ടൊക്കെ വരുവേ, എടാ എന്തായാലും നിൻ്റെ കൂട്ടുകാരനോട് പറ, ഇത് അടിപൊളി കാറാണ്, പുതിയ കാറ് പോലെ തന്നെയുണ്ട്, ധൈര്യമായിട്ട് ഈ കാറ് മേടിച്ചോ എന്ന് പറയുവാണ്. അപ്പോൾ മഹേഷ് ചോദിക്കുന്നുണ്ട്, നിനക്കപ്പോൾ കാർ ഇഷ്ടമായല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കൂട്ടുകാരനോട് മേടിച്ചോ എന്ന് പറയുവാണ്. ഇതൊക്കെ കേട്ട് രേവതി അവിടെ ഒളിച്ചിരിപ്പുണ്ടേ. രേവതിക്ക് ഭയങ്കര സന്തോഷമായി സച്ചിക്ക് ഈ കാറ് ഇഷ്ടമായി അറിഞ്ഞപ്പോഴേക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളത്തെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നന്ദി.